നമുക്ക് അടുത്ത് പഠിക്കേണ്ടതായ ചാപ്റ്റർ വർക്ക്, എനർജി ആൻഡ് പവർ. ആദ്യമായിട്ട് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് വർക്ക്. നമ്മൾ വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ടാണ്. എഫ് ഡോട്ട് എസ്, വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ്. നമ്മൾ ആദ്യമായിട്ട് ബേസിക്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ, നമുക്ക് ഫിസിക്സിൽ പഠിക്കാൻ ആവശ്യമായ ടൂൾസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെക്ടേഴ്സ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഇൻ ടു ഡിഫറെന്റ് വേസ്: സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡോട്ട് പ്രോഡക്റ്റ്, മറ്റൊന്ന് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ക്രോസ് പ്രോഡക്റ്റ്. When we multiply two vectors, if we get a scalar quantity, then it is called scalar multiplication or dot product. When we multiply two vectors, if we get a vector quantity, it is called vector product, or the multiplication is called cross multiplication. നമ്മളിവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. നമുക്കറിയാം, രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ, വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതനുസരിച്ച് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും W ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ, വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് വർക്കിന്റെ എക്സ്പ്രഷൻ. നമുക്ക് ഇവിടെ മൂന്ന് കേസസ് ഉണ്ടാകാം. കേസ് വൺ. ഒന്നാമത്തെ കേസ് തീറ്റ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 0ക്കും 90ക്കും ഇടയിലാണ്, ഇൻക്ലൂഡിങ് 0 എക്സ്ക്ലൂഡിങ് 90 ഡിഗ്രി. ഇൻക്ലൂഡിങ് 0, അതുകൊണ്ടാണ് ഇവിടെ ഈക്വൽ സൈൻ. എന്നാൽ 90 ഇല്ല, എക്സ്ക്ലൂഡിങ് 90 ഡിഗ്രി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോസ് തീറ്റ ഈസ് പോസിറ്റീവ്. കോസ് തീറ്റ പോസിറ്റീവ് ആണ്. ആ കേസിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. വർക്ക് ഈസ് പോസിറ്റീവ്. വർക്ക് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ആ കേസുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വർക്ക് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഇനി രണ്ടാമത്തെ കേസ് 2. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആവും. തീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ നമുക്കറിയാം കോസ് തീറ്റ 0 ആണ്, കോസ് 90 0 ആണ്. കോസ് 90 0 ആവുമ്പോൾ വർക്ക് ഈസ് 0. വർക്ക് 0 ആണ്. മൂന്നാമത്തെ കേസ് 3. 90 ഡിഗ്രി ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 90ക്കും 180 ഡിഗ്രിക്കും ഇടയിലാണ്, എക്സ്ക്ലൂഡിങ് 90 ഇൻക്ലൂഡിങ് 0. ആ കേസിൽ കോസ് തീറ്റ നെഗറ്റീവ് ആയിരിക്കും. കോസ് തീറ്റ ഈസ് നെഗറ്റീവ്, therefore വർക്ക് ഈസ് നെഗറ്റീവ്. വർക്ക് നെഗറ്റീവ് ആണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ആംഗിൾ മാറുന്നതിനനുസരിച്ച്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ മാറുന്നതിനനുസരിച്ച് വർക്ക് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, വർക്ക് 0 ആകാം. ആംഗിൾ ആണ് തീരുമാനിക്കുന്നത് വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്നുള്ളത്. And work is said to be done by a force if point of application of force displaces. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് വർക്ക് നടന്നു എന്ന് പറയുന്നത്. അങ്ങനെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ പോലും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ വർക്ക് 0 ആണ്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്.
എനർജി. നമുക്കറിയാം കപ്പാസിറ്റി ടു ഡു വർക്ക്, അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള എനർജീസ് ഉണ്ട്. ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, തെർമൽ എനർജി, ന്യൂക്ലിയർ എനർജി. So many energies are there, and mechanical energy can be classified into two: kinetic energy and potential energy. മെക്കാനിക്കൽ എനർജിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെക്കാനിക്കൽ എനർജിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കൈനറ്റിക് എനർജി, മറ്റൊന്ന് പൊട്ടൻഷ്യൽ എനർജി. Potential energy. Kinetic energy is the energy possessed by a body by virtue of its motion. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിനുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. ബോഡി മോഷനിലായിരിക്കുന്നത് കാരണം ബോഡി കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഈസ് ഗിവൺ ബൈ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി അതിന്റെ മാസിനെയും വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. വെലോസിറ്റി 0 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി 0 ആണ്. ഇഫ് v is equal to 0 എന്ന് പറഞ്ഞാൽ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, then കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ റെസ്റ്റിലായിരിക്കുന്ന ബോഡീസിന് കൈനറ്റിക് എനർജി ഇല്ല. ഇവിടെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, ഞാനിവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹാഫ് m² v² by m. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓർ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് m² v²നെ mv the whole square എന്ന് എഴുതുന്നു ഡിവൈഡഡ് ബൈ m. ആൻഡ് വാട്ട് ഈസ് mv? വി നോ mv ഈസ് മൊമെന്റം. മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണ് മൊമെന്റം. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² by 2m. ഇതാണ് കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. ദ റിലേഷൻ കണക്ടിങ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം. ഇനി പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് രണ്ട് തരത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജീസിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിക്കേണ്ടത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. മറ്റൊന്ന് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. ഒരു ബോഡി ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ആയിരിക്കുമ്പോൾ അതിനുള്ള എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ബോഡി ഇവിടെ നിന്ന് റിലീസ് ചെയ്താൽ താഴോട്ട് പോകും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ആക്ച്വലി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബോഡി താഴോട്ട് പോകുന്നത്. ബോഡി വാണ്ട്സ് ടു ബി ഇൻ എ എനർജി മിനിമം എനർജി ലെവൽ. ബോഡി വാണ്ട്സ് ടു ബി ഇൻ എ മിനിമം എനർജി സ്റ്റേറ്റ്. അതിനുവേണ്ടിയാണ് ബോഡി താഴോട്ട് പോകുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ യു എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് യു ഈസ് ഈക്വൽ ടു mgh. ഇവിടെ m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബോഡി, ബോഡിയുടെ മാസ് ഓഫ് ദ ബോഡി. g എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. h എന്ന് പറയുന്നത് ഹൈറ്റ്. h എന്ന് പറയുന്നത് ഹൈറ്റ്. അപ്പോൾ ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി അതിന്റെ മാസിനെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഹൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഹൈറ്റ്, ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോഡിയുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. നമുക്കിനി അടുത്തതായിട്ട് സ്പ്രിങ്ങിന്റെ കാര്യം നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. ഞാനിവിടെ ഒരു സ്പ്രിംഗ് കൺസിഡർ ചെയ്യുന്നു. ഈ സ്പ്രിങ്ങിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യും. ദ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ ആൻ എമൗണ്ട് x. ഈ സ്പ്രിങ്ങിനെ x എമൗണ്ട് സ്ട്രെച്ച് ചെയ്യുന്നു. നമുക്കറിയാം സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ സ്പ്രിങ്ങിനകത്ത് ഇന്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യും,
which tries to bring the spring back to its original form. അതിനെ റെസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ളിൽ റെസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇങ്ങനെ ആക്ട് ചെയ്യുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണലാണ്. എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് മാത്രമല്ല മൈനസ് എക്സ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. എന്നാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. റെസ്റ്റോറിംഗ് ഫോഴ്സ് അതിന്റെ പഴയ പൊസിഷനിലേക്കാണ്. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇവിടെ ഈ കെ നമ്മൾ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. കെ ഈസ് കോൾഡ് ഫോഴ്സ് കോൺസ്റ്റന്റ്, ഫോഴ്സ് കോൺസ്റ്റന്റ് ഓർ കെ ഈസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. കെ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നോ പറയും. നമുക്കറിയേണ്ടത് ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ്. നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മളിവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം എന്നില്ല, ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡി ഡബ്ല്യു കണ്ടുപിടിക്കാം. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡി എക്സ്. എന്താണ് ഡി ഡബ്ല്യു? ഡി ഡബ്ല്യു ഈസ് ദ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ by this force when the spring is stretched by a small amount dx. സ്പ്രിങ്ങിനെ dx എന്ന് പറയുന്ന കുഞ്ഞ് എമൗണ്ട് സ്ട്രെച്ച് ചെയ്തപ്പോൾ നമ്മുടെ ഫോഴ്സ് ചെയ്ത വർക്കാണ് ഡി ഡബ്ല്യു എഫ് ഡി എക്സ്. സോ ഐ ക്യാൻ പുട്ട് മൈനസ് കെ എക്സ് ഇൻസ്റ്റെഡ് ഓഫ് എഫ്, ഓർ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ എക്സ് ഡി എക്സ്. ഞാനിവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തില്ല, കാരണം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്കാണ്. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ്. ഇവിടെ മൈനസ് കെ എക്സ് എന്ന് പറയുന്നത് റെസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. കെ എക്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് റെസ്റ്റോറിംഗ് ഫോഴ്സ് ആർ ന്യൂമറിക്കലി ഈക്വൽ. ന്യൂമറിക്കലി അവർ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്കറിയേണ്ടത് ഈ സ്പ്രിങ് ഈ പൊസിഷനിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് നടന്നിട്ടില്ല. എന്നാൽ ഈ പൊസിഷനിൽ എത്തുമ്പോൾ ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ ആൻ എമൗണ്ട് എക്സ്. എക്സ് ഡിസ്റ്റൻസ് സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു എക്സ് kx dx. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എന്താണ് ഹാഫ് കെ എക്സ് സ്ക്വയർ? ഹാഫ് കെ എക്സ് സ്ക്വയർ ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു സ്ട്രെച്ച് ദ സ്പ്രിംഗ് ത്രൂ എ ഡിസ്റ്റൻസ് എക്സ്. നമ്മുടെ സ്പ്രിങ്ങിനെ എക്സ് ഡിസ്റ്റൻസ് സ്ട്രെച്ച് ചെയ്യുന്നതിന് ആവശ്യമായ വർക്കാണ് ഹാഫ് കെ എക്സ് സ്ക്വയർ. Half kx square is the amount of work done to stretch the spring through a distance x, and this work done will be stored as the potential energy of the system. ഈ work done സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. That is potential energy U is equal to half kx square. ഇത്രയുമാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, we in this chapter concentrate on mechanical energy. Mechanical energy can be classified into two: kinetic energy and potential energy. Kinetic energy is the energy possessed by a body by virtue of its motion and is given by half mv square. Potential energy is the energy possessed by a body by virtue of its position, and we have to deal with two types of potential energy. One is gravitational potential energy and the other one is potential energy of a stretched spring. Gravitational potential energy is given by U is equal to mgh, and its value is determined by the position of the body in a gravitational field. And the potential energy of a stretched spring depends on K, spring constant, and on x,
the distance by which the spring is stretched or the spring is compressed. സ്പ്രിങ് സ്ട്രെച്ച് ചെയ്താലും സ്പ്രിങ്ങിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, സ്പ്രിങ് കംപ്രസ് ചെയ്താലും സ്പ്രിങ്ങിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കംപ്രസ് ചെയ്യുകയാണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എനർജിയുടെയും വർക്കിന്റെയും യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ. The unit of work or the unit of energy is joule. എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്, വർക്കിന്റെ യൂണിറ്റും ജൂൾ തന്നെയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യം പവർ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം, അതിനെയാണ് പവർ എന്ന് പറയുന്നത്. വർക്ക് ബൈ ടൈം. പവറിനെ എനർജി ബൈ ടൈം എന്ന് പറയാം. പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം എന്ന് വേണമെങ്കിലും പറയാം. The work done in 1 second is called power. The power of a body is the amount of work done by the body in 1 second. Power is also energy per time. Power is the rate of energy spent, energy expended in 1 second. അതിനെയാണ് പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് നമുക്കറിയാം. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുകൊണ്ട് പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്. എന്നാൽ കൺവെൻഷനലി പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. യൂണിറ്റ് ഓഫ് പവർ വാട്ട് ആണ്. ആൻഡ് പവർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ പഠിച്ച വർക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, എനർജി ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, പവർ എന്ന് പറയുന്നതും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്.